അതിനേക്കാളും വിലപ്പെട്ട നിങ്ങൾ എത്ര കോടി ലക്ഷങ്ങൾ കൊടുത്ത് കാർ വാങ്ങിച്ചാലും അതിന് കിട്ടാത്ത വിലപ്പെട്ട സാധനം. പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനം. ഹലോ, ആ അതെ, അബ്ദുള്ള നൂറുദ്ദീനാണ്. ആ ഷഫീർ ഇതല്ലേ? ഓക്കെ, വാ വാ, മോസ്റ്റ് വെൽക്കം. പുത്തൻ കാഴ്ചകൾക്ക് പിന്നാലെ ഓടി നടക്കുന്നവർക്ക് മുന്നിൽ പഴയ കാല ഓർമ്മകൾ, അതെ, നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു വീട്, അതും നമ്മുടെ ദുബായില്. പരിചയപ്പെടാം തലശ്ശേരിക്കാരനായിരിക്കുന്ന അബ്ദുള്ള നൂറുദ്ദീനെ. അബ്ദുള്ള, ഈ ക്ലാസിക് കാറുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം, കാരണം 1-2 വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഓരോന്ന് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങളോട്, ഇത് വർക്കാവോ, ഇത് വർക്കാവോ, ചിമ്മിണികളൊക്കെ വർക്കാവോ എന്നൊക്കെ. ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ഒരു ഇത്? പഴയ ഓർമ്മകൾ അത് എൻ്റെ കൂടെ തന്നെ. ചെറുപ്പകാലം മുതൽ നമ്മൾ എവിടുന്നാണോ വന്നത് എപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടേ നടക്കുള്ളൂ. മുൻപോട്ടല്ല ഞാൻ നോക്കുന്നത്, പുറകിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെയുള്ള നമ്മൾ പഴയ വീട്ടിലുള്ളതും മുമ്പ് ഉപയോഗിച്ച പല സാധനങ്ങളും അതുകൊണ്ട് കളിച്ചതും, ഉമ്മ ചീത്ത പറഞ്ഞതും, ഉമ്മ കണ്ണിന് മുളക് തേച്ചതും, ഇതെല്ലാം ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഉമ്മ ഇപ്പം എൻ്റെ അടുത്ത് പോയിട്ട് ഒരു 9-10 കൊല്ലമായി. എങ്കിലും ആ ഓർമ്മകൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തത്. ദുബായിലാണ് കേട്ടോ, മൂപ്പരുടെ നാട്ടിലെ വീട്ടിലല്ല ഉള്ളത്, ദുബായിലെ വീട്ടിലാണുള്ളത്. ഇതിനായിട്ടൊരു റൂം അതുപോലെ പഴയ മച്ചലെ ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടില് കാര്യങ്ങളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒരുപാട് സന്തോഷം. കാരണം ഒരു തലശ്ശേരിക്കാരൻ, നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നി എന്താ അറിയോ, ആ ചെരുപ്പ് നിങ്ങൾ എടുക്കാവോ? അയ്യോ, ഈ ഒരു ചെരുപ്പ്, ഇത് ഞാനിപ്പം കാണുന്ന നമ്മുടെ ലാല മലപ്പുറത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ, ബ്ലോഗർ, അതിൽ മാത്രം ഇങ്ങനെ ഒരു ചെരുപ്പ് ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല അടുത്ത കാലത്ത്. ഒരു രക്ഷയില്ല. അതിനു വേണ്ടിയിട്ടെല്ലാം അതുപോലെ കൊണ്ടുവന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ 90s ഓർമ്മകൾ എന്നൊക്കെ പറയാറുണ്ട്, 90s പാട്ടുകൾ, അങ്ങനെയൊക്കെ. അതൊക്കെ മേലെ, അതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് എത്രയോ മുമ്പുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ട സാധനം, കാരണം അന്ന് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഈ ഒരു വിളക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ അതേ സ്വിച്ച് ഒക്കെ ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അതേ സ്വിച്ച് എല്ലാം വർക്ക് ചെയ്യുന്ന, ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഇതിൽ വെക്കുന്നുള്ളൂ. കാരണം എനിക്ക് അതിന്റെ ഈ സ്വിച്ചിന്റെ ശബ്ദം വരെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ക്ലിക്ക്, ഇപ്പോഴത്തെ സ്വിച്ചിലൊന്നും ഇതില്ലല്ലോ, ജസ്റ്റ് ടച്ച് അത് ഇതല്ലേ, ഇതിന്റെ ശബ്ദം വരെ. ഇത് സിഗലൈറ്റ്. ഓ ഓ ഓ, നമ്മുടെ പഴയ പിന്നെ സോഡ അല്ലേ, ഗോളി സോഡ, ശരിയായ ഗോളി സോഡ. ഇത് എടുത്താൽ പോകുന്നത്. പക്ഷെ ഇപ്പൊ ചൈനീസ് ഇറക്കുന്നുണ്ട് ചെറിയ ബോട്ടിൽ, ഒരു ഭാഗം വെയിറ്റ് ഉള്ളത്. ഇതാണ് ശരിയായ സാധനം. ഇതിന്റെ കുറച്ച് വലുപ്പമുള്ളതൊക്കെ, കാരണം എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് അന്ന് വെച്ച ഇതായിരുന്നു റൂമില്. ഇതിന്റെ ഇതിന് ചാവിപ്പുണ്ട്, ഒരു അതൊരു സ്പെഷ്യൽ കീ ആണ്. സാധാരണ ഏതെങ്കിലും കീറ്റാണ് നടക്കുന്നത്. പണ്ടത്തെ കോന്തല എന്ന് പറയും, പ്രായമുള്ള ഉമ്മയൊക്കെ ഉപയോഗിക്കുന്ന പൈസ ഇട്ട് വെക്കുന്നത്. ഇത് വെച്ചിട്ട് ഈ ചാവി ഇട്ട് വെച്ചിട്ട്. ഇതിന്റെ സൗണ്ടും അപാരമാണ് കേട്ടോ, ഒരു ഭയങ്കരമായ. ഈവൻ ആ വൈൻഡിങ് ശബ്ദം ഉണ്ട്. അത് ഒന്ന് അടുത്തോട്ട് വന്ന്. ഇതൊന്ന് ഇത് നടക്കാനുള്ളതും വേറൊന്ന് ഇതിന്റെ ഈ മുട്ടിനുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന്റെ മുട്ടിന്റെ ശബ്ദം കൂടി കേൾപ്പിച്ചാൽ. ഇതിനൊരു പെൻഡുലുണ്ട് അടിയിൽ, അത് ഇതിങ്ങനെ ആട്ടണം, എന്നാലേ അതിങ്ങനെ നടക്കുള്ളൂ. ടിക് ടിക് അല്ലേ? ഈ ഒരു ശബ്ദം മതി ഒരു പുറകോട്ടേക്ക് പോകാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഈ ഇതൊക്കെ നിങ്ങൾ പിന്നെ വാങ്ങിച്ചാണോ അല്ലെങ്കിൽ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതില്? അല്ല, ഇത് വാങ്ങിച്ചാണ്. അതേ ഇതിന് മുമ്പ് ഉപയോഗിച്ചതുകൊണ്ട്. ഇത് പിന്നെ റെക്കോർഡ് പ്ലെയർ, ഇതിന്റെ വൈനൽ റെക്കോർഡ് എന്ന് പറയാം, അത് കാസറ്റ്, എല്ലാ സാധനവും. ഇനി ഈ കോട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതും കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഒരു കോട്ടായി, അത് ഇതും ഭദ്രമായി വെച്ചിരിക്കുകയാണ്. അത് തൂക്കിയിടാൻ വേണ്ടി എനിക്ക് ഇപ്പോഴത്തെ കൊക്കൊന്നും പോലെ ഈ ശരിയായ മരത്തിന്റെ ഇങ്ങനെയുള്ള സ്റ്റാൻഡ് തന്നെ വേണം, എന്നാൽ അതിന്റെ റിയൽ ഫീൽ കിട്ടുള്ളൂ. ഇനി ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ പെട്രോമാക്സ് പഴയ നമ്മുടെ പെട്രോമാക്സ് ആണ്, അത് എയർ അടിച്ചിട്ടുള്ള. ഇതൊക്കെ ലാന്തർ, ഇത് റെയിൽ റോഡ്. ഈവൻ ഈ അടുത്ത് ഞാൻ ഈ തുലാസി വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം ഞാൻ ചെറുത്തില് എന്റെ പിലാക്കുള്ള ഉമ്പായിക്കാന്ന് പറഞ്ഞ ഒരാളെ ഷോപ്പിൽ അവിടെ പോയിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് 100 ചായപ്പൊടി അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര കള്ളാച്ചി കെട്ടിയിട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെയുള്ള ഓരോന്നിനും എനിക്ക് അതിൻ്റെതായ ഒരു സ്റ്റോറി ഉണ്ട്, ഒരു മെമ്മറി കൂടി എന്നാലും അതിന്റെ ഒറിജിനൽ റിയാലിറ്റി കിട്ടുള്ളൂ. പഴയ കാലത്തെ ഇസ്തിരിപ്പെട്ടി ചിരട്ടയിലുള്ളത്. ചിരട്ടയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാമോ? ഇത് രണ്ട് കാലഘട്ടം, അത് വളരെ പഴയതാണ്. ഇതല്ല, ഇതിനിങ്ങനെ ഒരു പിന്നാണ്. പിന്നെ അതെ അതെ, ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് പെട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, കുട്ടികൾ ചിരട്ട കത്തിച്ചിട്ട് അതിലിടുക, എന്നിട്ട് ഇതാക്കിയതിനു ശേഷം ഒരു രീതി തന്നെ ഉണ്ട്. രീതി ഒരു ടേബിളിന്റെ മുകളിൽ ഒരു വെള്ള തുണി വിരിച്ചിട്ട് ഒരു വെയിറ്റ്. പഴയ ടോർച്ച് നമ്മള് ദർസിൽ പോയിട്ട് വരുമ്പോൾ ഇതുപോലത്തെ കിട്ടുക. വലിയ ടോർച്ച് നമ്മൾ സാധാരണ മറ്റേ ബാറ്ററി തിരിച്ചില്ലേ? ഞാൻ വീണ്ടും ചോദിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നത് പ്രവർത്തിക്കും. അല്ല, പ്രവർത്തിക്കും. ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ട് കഴിഞ്ഞാല് പഴയ എന്താ പറയാ, ഉപ്പൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ, ദർശനൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതിന്റെ. പിന്നെയാണ് ഈ മഞ്ഞ ടോർച്ച് വലിച്ചു. അതുകൊണ്ട് ഉണ്ടോ? അതുകൊണ്ട് മഞ്ഞ ടോർച്ച്, പിന്നെ ചുവന്ന ടോർച്ച് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മളതിങ്ങനെ വരുന്ന ക്യാമറ വീഡിയോ എടുക്കുന്ന പോലെ ആക്കിയിട്ട്
പിന്നെ എമർജൻസി ലൈറ്റ്. എന്തായാലും സമ്മതിക്കണം. കാരണം ഇത്രയും സാധനങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ആശാരിമാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാടുക, ഇതൊക്കെ പിന്നെ ഇപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊക്കെ മെഷീനിലേക്ക് പോയി ആ സമയത്ത് കൂടുതൽ ഉപയോഗിച്ച്. ഓ ഇതൊക്കെ ഒന്നും കൂടെ കാണിച്ചതാ, ഇതൊക്കെ ഇപ്പോഴും മാർക്ക് ആംപ്ലിഫയർ കാര്യങ്ങള്. പിന്നെ ഇവിടുത്തെ ലോക്കൽ റേഡിയോ എല്ലാം കിട്ടും ഇതില്. ഇപ്പൊ UA ചാനലുകളാണ് ഇപ്പൊ എല്ലാം കിട്ടും. ഇപ്പൊ നമ്മുടെ ആദ്യം VCP അല്ല വരുന്നത്, ഇത് VCR, മുകളിലത്തെ നമ്മുടെ DVD വരുന്നത്. ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം വർക്ക് ചെയ്യും. ഇതില് ഞാനും വൈഫും ഇടയ്ക്ക് ഈ കല്യാണത്തിന്റെ കാസറ്റ്. നിങ്ങൾ കല്യാണത്തിന്റെ കാസറ്റ് ഇപ്പോൾ ഉണ്ടോ? കല്യാണത്തിന്റെ കാസറ്റ് നമുക്ക് അതൊന്നും കാണല്ലോ. ഈ TV വർക്ക് ചെയ്യും, ഇതും വർക്ക് ചെയ്യും. നിങ്ങളൊന്നും വർക്ക് ചെയ്യോ? വർക്ക് ചെയ്യോ ചോദിക്കില്ല, ഇനി ആ ചോദ്യം ഇല്ല. മെഴുകുതിരി നമ്മുടെ ഉഷ ഫാൻ ഇപ്പം ഉണ്ടെങ്കിലും, പക്ഷെ ഇതൊക്കെ പഴയ ഒരു ഓർമ്മയാണ്, ഈ സ്വിച്ച് കാര്യങ്ങള്. ഇത് റേഷൻ പീടികയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ 200 വെളിച്ചെണ്ണ. രക്ഷയില്ല. നമ്മുടെ വാടക സെന്റർ നമ്മൾ കൂടുതൽ കല്യാണത്തിന്. ഇത് മുറം അതാ മുറം വട്ടി കാര്യങ്ങളൊക്കെ. കയറ് നമ്മുടെ ചൂടി അല്ലെ, ചൂടി ചാരുകസേര, ഈ കട്ടില്, പിന്നെ കല്യാണ ഫോട്ടോ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇതില് എല്ലാം വിലപ്പെട്ടതാണ്, ഇല്ല എല്ലാം വിലപ്പെട്ടതാണ്. എന്നാൽ ഇതിലുള്ളതില് ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കാണിക്കാൻ പറ്റുമോ? എല്ലാം വിലപ്പെട്ടതാണ്, വിലപ്പെട്ടാണെന്ന് പറയാം. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം ഞാൻ ഈ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായും. എന്താ ആ പെട്ടി ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ? ഒന്നുമില്ല. ഇതില് എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണിച്ചു. ഇവിടെ ഈ പെട്ടി തുറക്കുന്നത് ഇതുമല്ലോ ഈ നമ്പറിലുള്ള വേറെ ഇതാണ്. ഇതിലാണ് എന്റെ ആത്മാവും എന്റെ ലൈഫും എന്റെ മനസ്സും എന്റെ ഹൃദയം എല്ലാം ഉള്ളത്. ഇതിലുള്ള ഓരോ കത്തുകളാണ്. ഞാൻ ഇവിടെ വന്ന മുതലുള്ള ഉമ്മാനൊക്കെ അയച്ച ഓരോ കത്തുകൾ. ഇതിൽ ഡേറ്റ് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇതാ ഡേറ്റ് കത്തിന്റെ മേലെ ഉണ്ടല്ലോ, ഉമ്മാന്റെ കയ്യക്ഷരാണ് ഇത്. ഉമ്മ അന്നും മലയാളം എഴുതിയാക്കരുത്. ഏതാണ് ഡേറ്റ്? 1992. പ്രിയപ്പെട്ട അബ്ദുള്ള. ഇതിൽ ഇങ്ങനത്തെ ഒരു മെമ്മറി ഇന്ന് ഈ കാലത്ത് ആരെങ്കിലും വെക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അന്നൊക്കെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന കത്തുകളൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കിട്ടുക, അല്ലെങ്കിൽ എയർമെയിൽ അയക്കുക, പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് വാങ്ങിക്കുക, അങ്ങനെയുള്ള ഇതാണ് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന സാധനം. എന്ത് പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. നിങ്ങൾ പിന്നെ എത്ര പഴയ സാധനങ്ങൾ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഇവിടത്തേക്ക് എത്തിച്ചാലും ഇതിലപ്പുറം നിങ്ങൾക്ക് വിലപ്പെട്ട പുറമൊന്നും കിട്ടാനില്ല സത്യത്തിൽ. കാരണം കണ്ണ് നിറയതിൽ ഇത് ഇത്രയും കത്തുകൾ, ഉമ്മയുടെ ആ കത്തുകള്. ഉമ്മ മരണപ്പെട്ട് ഇപ്പോൾ 10 വർഷത്തോളം അല്ലേ? ഒരു മകൻ നമ്മൾ ആരായിരുന്നാലും എല്ലാവർക്കും ഉമ്മയാണല്ലോ വലുത്. ഉമ്മയുടെ ജീവൻ തുടിക്കുന്ന എഴുത്തുകൾ, മകന്റെ പ്രിയപ്പെട്ട മകന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറ്റി പറഞ്ഞ് ഉമ്മ എഴുതിയ ഉമ്മയുടെ പ്രിയപ്പെട്ട ഇതിൽ വലിയൊരു സ്വത്വനില്ല നിങ്ങൾക്ക്. ഇതിൽ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. മാഷാ അല്ലാഹ്. എന്തായാലും ഒരുപാട് സന്തോഷം. അബ്ദുള്ള നൂറുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അതിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഈ കാറ്, പിന്നെ അത്തരത്തിലുള്ള കാറുകൾ പല രാജ്യങ്ങളിൽ നിന്നാണല്ലോ കാറും മറ്റുള്ള വണ്ടികളൊക്കെ. പക്ഷേ നിങ്ങളെ കാറായിരുന്നു എൻ്റെ മനസ്സിൽ ഇതുവരെയും ഏറ്റവും ടോപ്പ്. അബ്ദുള്ള നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരുപാട് നല്ല പിന്നെ ക്ലാസിക് കാറുകൾ നമുക്ക് മുന്നിലേക്ക് എത്തി. പക്ഷെ അതൊന്നും കേട്ടോ, അതിനേക്കാളും വിലപ്പെട്ട, നിങ്ങൾ എത്ര കോടി ലക്ഷങ്ങൾ കൊടുത്ത് കാർ വാങ്ങിച്ചാലും അതിന് കിട്ടാത്ത വിലപ്പെട്ട സാധനം, പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനം. നല്ല സന്തോഷം. അതാണ് അപ്പോൾ അബ്ദുള്ള നൂറുദ്ദീൻ എന്ന തലശ്ശേരിക്കാർ, സൈദാർ പള്ളി അല്ലേ? സൈദാർ പള്ളി തലശ്ശേരി. പിന്നെ നമ്മൾ കൂത്തുപറമ്പുകാർക്കും ചെറിയൊരു ബന്ധമുണ്ട്, കല്യാണം കഴിച്ച കൂത്തുപറമ്പിലേക്കാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു വെരി മച്ച്.